ഹലോ, നമ്മുടെ ഡേ 7 ആയിരിക്കുകയാണ്. അപ്പം എത്ര പേര് ഈ ഡേ 7ഉം എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരാഴ്ച പെട്ടെന്ന് തന്നെ കടന്നുപോയി. ഇതുപോലെ തന്നെ മറ്റു ദിവസങ്ങളും പൊക്കോളും. ആരും അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണെന്നൊന്നും ഓർക്കണ്ട. നമ്മൾ ഒരാഴ്ച ഈ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ട്രാക്ക് നമ്മുടെ ലൈഫിൽ വന്നോളും. പിന്നെ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാവും. നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ തൊട്ട് എന്തൊക്കെയാണ് കഴിക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എല്ലാത്തിനും എനിക്ക് ടൈം കിട്ടുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ഞാൻ ഉപയോഗിക്കുന്ന 2 ആപ്പിനെ കുറിച്ച് എല്ലാവരും ഡൗട്ട് ചോദിച്ചിരുന്നു. ഒന്ന്, ഞാൻ ഗൂഗിൾ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പും, 2 ഞാൻ ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ഒരു ആപ്പും. ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് ചിലവർക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ആപ്പിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യുവാണ്. നൈറ്റ് ഞാൻ ഡിന്നർ കഴിക്കാറില്ലേ എന്ന് പലരും എന്നോട് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കും. അപ്പം വിശന്നില്ലെങ്കിൽ ഞാൻ കഴിക്കാറുമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു നൈറ്റിലെ റൊട്ടീൻ പോകുന്നത്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും നമ്മൾ വിശക്കാണ്ട് ഫുഡ് എടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ എക്സസൈസും ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അപ്പോൾ അത് ദഹിക്കാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈറ്റിൽ എനിക്ക് വിശക്കുവാണെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കാറേ ഇല്ല. കാരണം എനിക്കതിപ്പോൾ ഒരു ശീലമായി മാറി. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വിശക്കാറില്ല. പിന്നെ ഇന്ന് ഞാൻ നൈറ്റിൽ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പം ഒരു കുമ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ ഞാൻ ലഞ്ചിലും ഒരു കുമ്പിൾ കഴിച്ചിട്ടുണ്ട്, വൈകിട്ടും ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു ഡേ ഇന്നത്തെ പോയത്. അപ്പം നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക്. ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഈ ആപ്പിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ നമ്മൾ എന്തേരം വാട്ടറാണ് കുടിക്കുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാം, ഫുഡ് കാൽക്കുലേറ്റ് ചെയ്യാം, കലോറി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം നമുക്കത് എത്ര കാലറീസ് ആണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതിൽ കയറി പുട്ടെന്ന് കൊടുത്താൽ മതി. അപ്പം ഈ ചിരട്ടപ്പുട്ടും ഉണ്ട്, അല്ലാത്ത പുട്ടും, സാധാരണ കുറ്റിപ്പുട്ടുണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെയും എല്ലാം ഇതിനകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഫുൾ ഡേയിലെ എല്ലാ കാര്യങ്ങളും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര കാലറീസ് കഴിച്ചെന്നും അതിൽ എത്ര പ്രോട്ടീനും എത്ര കാർബ്സും എത്ര ഫാറ്റും എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ട് വന്നതിനെക്കുറിച്ചാട്ടോ പറയുന്നത്. അതായത് നമുക്ക് എത്ര വെയിറ്റാണോ കുറയ്ക്കേണ്ടത് അതിൻ്റെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി എത്ര കുറയ്ക്കണം അങ്ങനത്തെ ഒരു ഇത് ഇതിനകത്തുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കൗട്ട്, എന്ത് തരം വർക്കൗട്ടാണ് ചെയ്യുന്നതിൽ അതെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. നടക്കുന്നതാണേലും ഓടുന്നതാണേലും ചാടുന്നതാണേലും അല്ലെങ്കിൽ മറ്റെന്ത് എക്സസൈസ് ആണേലും അത് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അത്യാവശ്യം ഒരു 8 ഗ്ലാസ് 9 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതും നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ കാലറീസിൻ്റെ ഡെഫിസിറ്റി ആണെങ്കിലും കാലറീസ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കാലറീസ് ആണ്, നമ്മൾ കഴിക്കുന്ന കൂടുതലാണോ കുറവാണോ അങ്ങനത്തെ കാര്യങ്ങളും ഇതിലറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ എല്ലാ വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ആണെങ്കിലും നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ റൊട്ടീന് ഇതിനകത്ത് വരും. പിന്നെ നമ്മൾ ഉറങ്ങുന്നത്, നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങിയെന്നും, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എന്തേരം ഫുഡ് കഴിച്ചതിൻ്റെ എത്ര ഫാറ്റ്, ഫുഡിൽ നിന്നൊക്കെയാണ് ഫാറ്റ് വന്നിരിക്കുന്നത്, എന്ത് ഫുഡിൽ നിന്നൊക്കെയാണ് പ്രോട്ടീൻ കിട്ടിയിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും ഇതിലറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മുടെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഇതിൽ കവറപ്പായി പോകുന്നുണ്ട്. ആകെ ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യമെന്ന് വെച്ചാൽ വാക്കിങ്. നമുക്ക് എന്ന് വെച്ചാൽ ഗൂഗിൾ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ സഹായത്തോടെയാണ് വാക്കിങ് നമുക്കിതിനകത്ത് എത്ര കിലോമീറ്റേഴ്സായി അല്ലെങ്കിൽ എത്ര കാലറി ബേൺ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിലുള്ളൂ, ഒരു പോരായ്മയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും.
എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര ഫുഡ് കഴിക്കണം, ഇപ്പം നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു 1000 കലോറിയാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൽ നമുക്ക് കാലറി നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതനുസരിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിലുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതിൽ പേയ്മെൻ്റ് ഉണ്ട്, ഒരു ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ കാണിച്ചതെല്ലാം പേയ്മെൻ്റ് ഇല്ലാത്ത ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു എന്താ നമുക്ക് സെൽഫായിട്ട് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോടോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോടോ ഫിറ്റ്നസിൻ്റെ ആളോടോ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റും. അതിനാണ് ഇതിനകത്ത് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് എടുക്കേണ്ട ഒരാവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പേയ്മെൻറ്റ് ഇല്ലാതെയാണ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഒത്തിരി റെസിപ്പീസുണ്ട്. നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന റെസിപ്പീസുണ്ട്, വെയിറ്റ് ഗെയിന് സാധിക്കുന്ന റെസിപ്പീസുണ്ട്. അതെല്ലാം ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് എടുത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് എനിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഓട്സ് കഴിക്കാൻ പറ്റുമെന്ന് വൈകിട്ട്. അപ്പോൾ ഓട്സ് കൊണ്ടുള്ള ഇപ്പോൾ ഓട്സ് എന്ന് അടിച്ചു കൊടുത്താൽ ഓട്സ് കൊണ്ടുള്ള പല റെസിപ്പീസും സ്മൂത്തീസും എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്കിതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട്, യാതൊരു പേയ്മെൻറ്റും ചെയ്യാതെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഈ ആപ്പ് എല്ലാവരും എടുത്ത് വെക്കുന്നത് നല്ലതാണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഒരു ആപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡേ 8 നാളെ കാണാം. എല്ലാവരുടെയും വെയിറ്റ് ലോസ് സക്സസ്ഫുള്ളായി പോട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ബൈ.